പ്രിയരെ, ഭൂമിയിൽ ഏറ്റവും പവർഫുള്ളായ വെപ്പൺ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ദൈവത്തിന്റെ വചനമാണെന്ന്. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് റിസൾട്ടുകളുടെ ഒരു കൊട്ടാരമാണ്. ഒരു വ്യക്തി ദൈവത്തിന്റെ വചനത്തെ റൈറ്റായി യൂസ് ചെയ്യുവാൻ തുടങ്ങിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത് നമ്മൾക്ക് കാണുവാൻ പറ്റും. ഇന്ന് നിങ്ങളുമായി സംസാരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ശബ്ദമേറിയ പ്രവചന ശബ്ദം ഇതാണ്: ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ വചനത്തെ നീ കൺഫസ് ചെയ്യുക, ഏറ്റുപറക. നീ വരെ നിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ റിസൾട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ആമേൻ, ലോഗോസ് ആകുന്ന വചനമാകുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളെ ഏവരെയും ഇന്നത്തെ ഈ ദൈവിക സന്ദേശത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എനിക്കറിയാം എവിടെയൊക്കെ ദൈവവചനം കടന്നുപോയിട്ടുണ്ടോ, ഏതൊക്കെ കുടുംബങ്ങൾ ദൈവവചനത്തെ അതിന്റെ ആഴത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ, ആരൊക്കെ വചനത്തെ കയറി വിശ്വസിച്ചിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിലെല്ലാം അസാധാരണമാകുന്ന മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ശാപത്തിന്റെ കീഴിൽ കടന്നവർ പുറത്തു വരുന്നത് കണ്ടിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഉയർച്ചകൾ നടക്കയില്ലെന്ന് പറയുന്ന സ്ഥലത്ത് ഉയർച്ചകൾ നടന്നു കണ്ടിട്ടുണ്ട്. അതാണ് ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ഈ ശുശ്രൂഷകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല വ്യക്തികളുടെ ജീവിതത്തിന്മേലും ഇവിടെ നിന്ന് പുറപ്പെടുന്ന, നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവവചനം ശക്തിയായി, വിടുതലായി നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് രണ്ട് ദൈവവചനങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ച് അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മെസ്സേജിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടോ, ദൈവപ്രവൃത്തികൾ നിങ്ങൾ കണ്ടിരിക്കും. രണ്ട് പ്രധാനപ്പെട്ട ദൈവവചനമാണ് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ നൽകി തന്നിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യവും 5-ാം വാക്യവും 6-ാം വാക്യവും 7-ാം വാക്യവും. 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അർത്ഥാൽ വചനം യോശുവേ നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. വചനമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അങ്ങനെ നീ നീങ്ങിപ്പോകാതിരുന്നാൽ, ആ വചനം നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകാതിരുന്നാൽ, അതിൽ എഴുതിയിരിക്കുന്നതൊക്കെ നീ പ്രമാണിച്ച് നടന്നാൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് അറിയാമോ? നിന്റെ പ്രവൃത്തി സാധിക്കും. ആമേൻ, നീ കൃതാർത്ഥനായിരിക്കും. രണ്ട് പദങ്ങളാണ് യോശുവയോടനുബന്ധിച്ച് ദൈവം പറയുന്നത്. വചനത്തെ നീ ഉൾക്കൊണ്ടാൽ, വചനത്തെ നീ സ്വീകരിച്ചാൽ, വചനം നിന്റെ നാവിൽ നിന്ന് മാറിപ്പോകാതിരുന്നാൽ, ആമേൻ, ഒന്ന്, നിന്റെ പ്രവൃത്തി സാധിക്കും. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന നീ പ്രോസ്പർ ആകുമെന്നാണ്, നീ ഉന്നമനം പ്രാപിക്കുമെന്നാണ്, നീ ഉയർച്ച പ്രാപിക്കുമെന്നാണ്. ഇന്ന് ഇവിടെ പറയപ്പെടുന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ആമേൻ. രണ്ട്, നീ കൃതാർത്ഥനാകും. നീ എവിടെ പോയി കഴിഞ്ഞാലും നീ സക്സസ് ആകുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്. ഇവിടെ യോശുവ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവം യോശുവയോട് സംസാരിക്കുന്നത്. ആമേൻ. ഇത്ര നാളും ദൈവശബ്ദമായിരുന്ന മോശ
ഇസ്രായേൽ ജനത്തെ വിട്ടുമാറുവാനിടയായി തീർന്നു. അവൻ മരിച്ചുപോയി. ഈ സമയത്ത് ദൈവം യോശുവയെ പുറകിൽ നിന്ന് മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും പുറകിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആരും നിന്നെ കാണാതെ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഈ വചനത്തിൽ കയറി നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ ഏറ്റവും പുറകിൽ നിന്ന് ഏറ്റവും മുൻപിൽ കൊണ്ടുവന്ന എന്റെ ദൈവത്തിന് നിന്നെ രാജകീയമായി മാനിക്കാൻ പറ്റും. ചിലരോടുള്ള പ്രവചന ശബ്ദമാണ്, ചിലരോടുള്ള ദൈവിക ദൂതാണ്. ദൈവം നിന്നെ ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവന്ന, നിന്ദിച്ചവരുടെ മുമ്പിൽ, നീ തകർന്നു പോകുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, ആമേൻ, നിന്നെ അപമാനിച്ചവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിച്ചിരിക്കും. ഹല്ലേലൂയ. യോശുവയെ ദൈവം വിളിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് ദൈവം യോശുവയോട് പറഞ്ഞത്, എന്റെ ദാസനായ മോശ മരിച്ചു. ആമേൻ. അടുത്തത് ആ പദവിയിലേക്ക് ഞാൻ കണ്ടത് നിന്നെയാണ്. നീ നിന്റെ ജീവിതത്തിന്റെ മേൽ സക്സസ് ആകണമെങ്കിൽ, നീ എവിടെ പോയി കഴിഞ്ഞാലും ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞത് നിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. വചനം നിന്റെ നാവിൽ നിന്ന് മാറിപ്പോകരുത്. ആമേൻ. അങ്ങനെ വചനത്തിൽ എഴുതിയത് നീ പ്രമാണിച്ചു നടന്നാൽ, ആമേൻ, അത് രാവും പകലും നീ ധ്യാനിച്ചാൽ നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആമേൻ. ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് തെളിയിക്കപ്പെടും. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല മേഖലകളിൽ ദൈവം നിങ്ങളോട് കൂടെയുണ്ടെന്ന് ദൈവം തെളിയിക്കാൻ പോകുകയാണ്. നിന്റെ കണ്ണുനീരിന്റെ കാലം മാറാൻ പോകുന്നു. നിന്റെ വേദനയുടെ കാലം മാറാൻ പോകുന്നു. നീ വിളിച്ച ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ഈ സീസണിൽ ദൈവം തെളിയിക്കും. ആമേൻ. വിശ്വസിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവകരം നിനക്ക് വേണ്ടി ചലിക്കപ്പെടുന്നത് ഈ സീസണിൽ നിനക്ക് കാണാൻ പറ്റും. ആമേൻ. ഇതിനു മുമ്പായിട്ട് അതിന്റെ 5-ാം വാക്യത്തിൽ അവൻ യോശുവയോട് ദൈവം പറവാനിടയായിട്ടുന്നു, നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ പദങ്ങൾ ചിലരുടെ ജീവിതത്തിന്റെ മേൽ ആഴമേറിയ രീതിയിൽ രൂപാന്തരം വരുത്തും. ഇന്നും നിങ്ങളോട് ആ വിഷയത്തിന്റെ നടുവിൽ, ആമേൻ, നീ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, ഇനി വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ വിഷയത്തിന്റെ മേൽ ദൈവാത്മാവ് നിന്നോട് പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. പലപ്പോഴും നീ ചോദിച്ചിട്ടുള്ളത്, പലപ്പോഴും നീ കരഞ്ഞിട്ടുള്ളത്, ദൈവം എന്റെ പ്രാർത്ഥനകൾ കാണുന്നില്ലേ, ദൈവം എവിടെയാണ്? ഹല്ലേലൂയ. ഇന്ന് നിന്നോട് ദൈവാത്മാവ് പറയുന്നു, ദൈവം നിന്നെ കൈവിടുകയില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. നിന്റെ മക്കളുടെ കാര്യത്തിന്റെ മേൽ നിനക്ക് ഒരുപാട് വേദനയുണ്ട്. ആ വിഷയത്തിന്റെ മേൽ അവൻ നിന്നെ കൈവിട്ടിട്ടുമില്ല, അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ടുമില്ല. നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി ഈ സീസണിൽ നീ കാണും. ആമേൻ. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. എന്റെ ദാസനായ മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആമേൻ. ഇതൊക്കെ നിന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കണമെങ്കിൽ അതിന്റെ 8-ാം വാക്യം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, എന്റെ വചനം നിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. ആമേൻ. അത് രാവും പകലും നീ ധ്യാനിക്കണം. എന്നാൽ എവിടെ നീ കടന്നുപോയോ അവിടെ ദൈവപ്രവൃത്തികൾ നിനക്ക് കാണാൻ പറ്റും. നീ കൃതാർത്ഥനായിരിക്കും.
നിങ്ങൾ നോക്കിയേ, തുടർന്നുള്ള യോശുവയുടെ പുസ്തകം പഠിച്ചു വരുമ്പോൾ യോശുവയോട് കൂടെ ദൈവം നിൽക്കുവാനിടയായി തീർന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? വചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അവന്റെ വായിൽ നിന്ന് വചനം മാറിപ്പോയില്ല. രാവും പകലും അവൻ വചനത്തെ ധ്യാനിക്കുന്നവനായിരുന്നു, വചനത്തെ പറയുന്നവനായിരുന്നു. ഹല്ലേലൂയ. ഈ പദങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു സമൂഹത്തെയല്ല യോശുവ ഫേസ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. യോശുവ ഫേസ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത് അനാഖ്യമല്ലന്മാരെയാണ്. ചലഞ്ചുകൾ അവന്റെ മുമ്പിൽ ഒരുപാടുണ്ട്. എന്നാൽ അവൻ വചനത്തിൽ നടക്കുന്ന വ്യക്തിയായ കാരണത്താൽ ഒരു സാഹചര്യത്തെയും അവനെ പുറകോട്ട് വലിക്കാൻ പറ്റുകയില്ല. ഒരു പ്രതികൂലത്തിനും അവനെ തകർത്ത് കളവാൻ പറ്റുകയില്ല. ഇത് പറയുമ്പോൾ നിന്റെ വായിൽ നിന്ന് ഈ സീസണിൽ വചനം മാറിപ്പോയില്ലെങ്കിൽ, നീ വചനത്തോടുകൂടി ചലിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒന്നിനും നിന്നെ തകർത്ത് കളവാൻ പറ്റുകയില്ലെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഓക്കേ, അവിടെ നിന്ന് യോശുവ കടന്നുപോയത് മരണ യോർദാനിലേക്കാണ്. ആർത്തിരമ്പുന്ന ഏറ്റവും പ്രതികൂലമായിരിക്കുന്ന മരണ യോർദാനെ രണ്ടായി വിഭജിച്ചുകൊണ്ട് അവർ ദൈവം അവരോട് പറഞ്ഞ പ്രോമിസിലേക്ക് അവർ കാൽച്ചുവടുകൾ എടുത്തു വെക്കുവാനിടയായി തീർന്നു. അവന്റെ മുൻപിൽ അവൻ ഫേസ് ചെയ്തത് അനാഖ്യ മല്ലന്മാരെ മാത്രമല്ല, യെരിഹോ മതിൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ മതിൽ, ആരുടെയും മുൻപിൽ തലകുനിച്ചു കൊടുക്കാത്ത മതിൽ, തലകുനിച്ചു കൊടുക്കാത്ത വിഷയം. എന്നാൽ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, അവൻ വചനത്തിൽ വിശ്വസിക്കുന്നത് കാരണം, വചനത്തിൽ നടക്കുന്നത് കാരണം അവന്റെ മുൻപിൽ മതിലുകൾ താനെ താളടിയായി പോകും. ഇന്ന് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിനക്ക് വചനത്തിൽ വിശ്വസിക്കാൻ പറ്റുക, വചനത്തിൽ നിനക്ക് നടക്കാൻ പറ്റുക, വചനത്തിൽ നിനക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. നിന്റെ മുൻപിൽ കടന്നു വരുന്ന ഹല്ലേലൂയ യെരിഹോ പോലെയുള്ള മതിലുകൾ വരെ നിന്റെ മുൻപിൽ താളടിയാകും. ആമേൻ. ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂം മീറ്റിംഗുകൾ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ശനിയാഴ്ച എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയമാണത്. പ്രിയരെ, വചനത്തിന് വലിയ ശക്തിയുണ്ട്. വചനമായി നടന്ന യോശുവ പരാജയം കണ്ടില്ല. വചനമായി നടന്ന യോശുവ കനാൻ നാട്ടിൽ അവൻ ചെന്നു, അവൻ പാർത്തു, അവൻ കൃതാർത്ഥനായി തീർന്നു. അവൻ ഒരിക്കൽ പറവാനിടയായി തീർന്നു, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആരൊക്കെ പിന്തിരിഞ്ഞു പോയാലും, ആരൊക്കെ ദൈവത്തെ വേണ്ടാമെന്ന് പറഞ്ഞാലും, ആരൊക്കെ ഈ ലോകത്തിന്റെ അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞാലും വചനത്തിന് ഇമ്പോർട്ടന്റ് കൊടുത്ത കാരണം, വചനത്തിൽ നടന്ന കാരണം ദൈവം അവനെ ഏറ്റവും അധികം മാനിക്കുവാനിടയായി തീർന്നു. ഇന്ന് ചിലരുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ മാന്യതയുടെ കരം വെളിപ്പെടട്ടെ. നിങ്ങൾക്കറിയുമോ, സങ്കീർത്തന പുസ്തകങ്ങൾ 1-ാം അധ്യായം അതിന്റെ 2ഉം 3ഉം വാക്യങ്ങൾ പറയുന്ന ഇപ്രകാരമാണ്: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അടുത്തത് അവൻ ആര്? യഹോവയുടെ ന്യായപ്രമാണത്തെ, ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത്,
തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അടുത്ത പദം, അവൻ ചെയ്യുന്നത്, ആമേൻ, അവൻ ചെയ്യുന്നത് ഒക്കെയും സാധിക്കും. അർത്ഥാൽ വചനത്തിൽ നടക്കുന്നവനോട് കൂടെ ദൈവം നടക്കും. വചനത്തിൽ നടക്കുന്നവനോടുകൂടെ ദൈവമായിരിക്കും അവൻ ചലിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2 തൊട്ടുള്ള തുടർന്നുള്ള അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന അവരുടെ വചനം പരന്നു എന്നാണ്. പത്രോസും യോഹന്നാനും യാക്കോബും 12 ശിഷ്യന്മാരും 120 പേരും അല്ലാതെയുള്ള ശിഷ്യന്മാരൊക്കെ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ അവർ വചനം പ്രസംഗിച്ചു, വചനത്തിൽ നടന്നു. സംഭവിച്ചത് എന്താണെന്നറിയാമോ? പ്രീശലോ, യഹൂദ ജനം, മതവർഗം പത്രോസിനെയും കൂട്ടരെയും ഒക്കെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നിട്ടു. പക്ഷെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവ വചനത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഒരു കാരാഗ്രഹത്തിനും അവരെ പിടിച്ചു വെക്കാൻ പറ്റിയില്ല. അമേൻ. യഹൂദികൾ തീർന്നു പോകുമെന്ന് പറഞ്ഞവർ, യെരൂശലേമിൽ തീർന്നു പോകുമെന്ന് പറഞ്ഞവർ അവരുടെ വായു തുറന്നപ്പോൾ ദൈവം അവരോട് കൂടെ ചലിച്ചു. അത് യഹൂദിയിലേക്ക് മാറ്റപ്പെട്ടു, ശമരിയിലേക്ക് മാറ്റപ്പെട്ടു, റോമിലേക്ക് വചനം സ്പ്രെഡ് ചെയ്യുവാനിടയായി തീർന്നു. അത് യൂറോപ്പിലേക്ക് സ്പ്രെഡ് ചെയ്യുവാനിടയായി തീർന്നു. വചനം അതിന്റെ സ്വഭാവം കാണിക്കുവാനിടയായി തീർന്നു. ഇന്ന് വചനത്തിന് നീ ഇമ്പോർട്ടന്റ് കൊടുത്ത ആ വചനം നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. എനിക്ക് ഉറപ്പാണത്. നിങ്ങൾക്കറിയാമോ, ഓബേദേദോം എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, ആമേൻ, ന്യായവിധിയുടെ പെട്ടകം തൊട്ട് കഴിഞ്ഞപ്പോൾ അത് ന്യായവിധിയുടെ പെട്ടകമായി. ആ പെട്ടകം ദൈവവചനത്തെ കുറിക്കുന്നതാണ്. ആ പെട്ടകം എടുത്തുകൊണ്ട് അവൻ കൊണ്ടുപോയി ചെയ്തത് അവന്റെ ഭവനത്തിൽ വെച്ചു. അവൻ എല്ലാവരും പേടിച്ച പെട്ടകം 3 മാസത്തിനുള്ളിൽ രാജാവ് വരെ അറിയത്തക്ക രീതിയിൽ ആ പെട്ടകം ആ ഓബേദേദോമിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇന്ന് വായിക്കപ്പെട്ട വചനത്തിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സത്യം, വചനത്തെ നീ വിശ്വസിച്ചാൽ വചനം നിന്നെ അനുഗ്രഹിക്കും. നീ കടന്നു പോകുന്ന മേഖലകളിൽ ദൈവിക പ്രവൃത്തി വെളിപ്പെടും. ദൈവം അനുവദിക്കുന്ന പക്ഷം നാളെ ഇതിന്റെ വേറൊരു ഭാഗം നമ്മൾക്ക് കേൾക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ ജനത്തെ ഞാൻ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുക. രോഗങ്ങൾ ശാസിക്കപ്പെടട്ടെ, ദുർഭൂത ശക്തികളിൽ നിന്ന് ജനങ്ങൾക്ക് വിടുതൽ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ ശക്തി, യേശുവാണ് വചനം എന്ന് പറയുന്നത്. ആ വചനത്തിന്റെ ശക്തി ഇവരുടെ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. നിരാശയിൽ കിടക്കുന്ന ജനം യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. സൗഖ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ഗാഡ് ബ്ലെസ് യു.